ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിന്നൊരു നാടൻ ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഇഞ്ചിപ്പുളി. ഓക്കെ, നമുക്ക് ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുമ്പ് ഇഞ്ചിപ്പുളി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇതുപോലെ കുറച്ച് ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപുള്ളിയാണ്. ചെറുപുള്ളി ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ശർക്കര ഉണ്ട്. ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്ത് ശർക്കര വേണം. പിന്നെ കുറച്ച് പുളി, നമ്മുടെ വാളം പുളി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഓക്കെ, എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, മാറ്റിയതിന് ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ഇതും നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരു ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ കുറച്ചെടുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ആ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കാം. ഇനി നമുക്കതിന് വേണ്ട മസാലകളൊന്നും എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ് കുറച്ച്, പിന്നെ കുറച്ച് കായപ്പൊടി. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മുടെ എണ്ണ കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഈ മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞത്, വെള്ളം കുറച്ച് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കുറുകിയിരിക്കുന്നത്. പുളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ശേഷം അതിനുശേഷം നമ്മൾ ഇഞ്ചി ചെറുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു അര ഗ്ലാസ് വെള്ളം മതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി വേവിക്കുക. അപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞ് ചേരുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് കണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇത് കണ്ടോ, എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ നന്നായി തെളിഞ്ഞ് വരുന്ന പോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ.